തോട്ടം മേഖലയിൽ നിന്നും അന്യം നിന്നുപോയ ഫുട്ബോൾ ആവേശം തിരിച്ചെത്തുന്നു. ചീന്തലാർ യൂത്ത് ക്ലബിന്റെ ആഭിമുഖ്യത്തിലാണ് കാൽപന്ത് കളി തിരിച്ചെത്തിയത്. ചീന്തലാർ 3-ാം ഡിവിഷനിൽ വർഷങ്ങൾക്ക് ശേഷമാണ് കാൽപന്തുരുണ്ടത്. മുൻകാലഘട്ടങ്ങളിൽ തോട്ടം മേഖലയിൽ സന്ധ്യകളിൽ കുട്ടികളും യുവാക്കളും കാൽപന്ത് കളിയിൽ ഏർപ്പെടുന്നത് പതിവായിരുന്നു. മിക്ക സ്ഥലങ്ങളിലും ഫുട്ബോൾ ക്ലബും പ്രവർത്തിച്ചിരുന്നു. എന്നാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഫുട്ബോൾ പരിശീലനവും മത്സരവും അന്യം നിന്നുപോയി. ഫുട്ബോൾ ക്ലബ്ബുകളും മറഞ്ഞു. ഇതോടെ കുട്ടികളും യുവാക്കളുമെല്ലാം സ്മാർട്ട് ഫോൺ ലഹരിക്കും മറ്റു ലഹരിക്കും അടിമപ്പെട്ടു. ഇത് തിരിച്ചറിഞ്ഞ ഒരുപറ്റം ആളുകൾ ചേർന്ന് പഴയ ക്ലബ്ബ് പുനർജീവിപ്പിച്ച് ഫുട്ബോൾ ലഹരി പകർന്നു നൽകുകയാണ്. ഫുട്ബോൾ, വോളിബോൾ, ക്രിക്കറ്റ് എന്നിവയെല്ലാം തോട്ടം മേഖലയെ കൈവിട്ടിരുന്നു. എന്നാൽ ചില യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ ക്രിക്കറ്റും വോളിബോളും തിരിച്ചെത്തി. എങ്കിലും ഫുട്ബോൾ തിരിച്ചെത്തിയിരുന്നില്ല. എന്നാൽ ചീന്തല യൂത്ത് ക്ലബിലൂടെ കാൽപന്ത് കളി ഇപ്പോൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. മുമ്പ് തോട്ടം മേഖലയിൽ നിരവധി ഫുട്ബോൾ കോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇതെല്ലാം അന്യാധീനപ്പെട്ടു. ഇതിനെ പുനർജീവിപ്പിക്കാൻ ഇപ്പോൾ തുടക്കമിട്ടിരിക്കുകയാണ്. ചീന്തലാർ 3-ാം ഡിവിഷനിൽ ഉപേക്ഷിച്ച കോർട്ടിൽ വർഷങ്ങൾക്ക് ശേഷമാണ് പന്തുരുണ്ടത്. ചീന്തലാർ 3-ാം ഡിവിഷനിൽ സംഘടിപ്പിച്ച ഫുട്ബോൾ മാമാങ്കത്തിന് വലിയ ജനപങ്കാളിത്തമാണ് ഉണ്ടായത്. 10 ദിവസം നീണ്ടുന്ന മത്സരത്തിന് സ്ത്രീകളും കുട്ടികളും യുവജനങ്ങളും ഒഴുകിയെത്തിയത് ഇന്നും ഫുട്ബോൾ ആവേശം കൈവിട്ടിട്ടില്ലെന്ന തെളിവാണ്. കേരളത്തിലെ പ്രമുഖ ടീമുകളാണ് 10 ദിവസം നീണ്ടുന്ന ഫുട്ബോൾ മത്സരത്തിൽ പങ്കെടുത്തത്. ടീമുകൾക്ക് പ്രോത്സാഹനമായി എത്തിയത് സ്ത്രീകളും കുട്ടികളും അടക്കം 100 ആളുകളാണ്. കാൽപന്ത് കളിയാണ് ലഹരിയെന്ന് തെളിയിക്കുകയായിരുന്നു തോട്ടം മേഖലയിലെ ആളുകൾ. ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.